അതുപോലെ ആളുകളെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുമായി വിദേഹത്തിന് ആളുകൾ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ ഖണ്ഡനങ്ങൾ മറുപടികളുമായി എല്ലാ കാലത്തും ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. വാദപ്രതിവാദം സംവാദം ആവശ്യം വന്നപ്പോൾ അതും നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പൊ നാട്ടിൽ വലിയ ഒരു ചർച്ച പതാണ് സംവാദം പാടുണ്ടോ. സംവാദം എല്ലാ സ്ഥലത്തും വെക്കേണ്ടതല്ല. സംവാദം ഒരു അസുതല്ല, നമ്മുടെ ദൈവത്തിന് അസുരായി സ്വീകരിക്കേണ്ടതുമല്ല. എവിടെയും പോയി സംവാദത്തിലുണ്ടോ ചോദിക്കേണ്ട കാര്യം നമുക്കില്ല. പക്ഷെ അഹ്ലുസുന്നയ്ക്കെതിരെ ആ ഒരു വഴിയിൽ വന്നാൽ അവിടെ നമ്മൾ എതിർക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ് ആദ്യമായി സംവാദം നടത്തിയ സ്വഹാബിയാണ്. ആ ഇബ്നു അബ്ബാസ് അലി നബി ത്വാലിബ് ഖലീഫയായപ്പോഴാണ് ആദ്യത്തെ സംവാദം ഖവാരിജുകളുമായി നടത്തിയത്. ആയിരക്കണക്കായ ഖവാരിജുകൾ സംഗമിച്ച് അവിടത്തേക്ക് ചെന്ന് അവരുടെ വിഷയം അവരോട് ചോദിച്ചറിഞ്ഞ് അവർ ഇങ്ങോട്ട് പറഞ്ഞ് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ആയത്തോതി ഹദീസോതി അവരെ പഠിപ്പിക്കാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പരിശ്രമിച്ചത്. ഈ ഉമ്മത്തിലെ ആദ്യത്തെ സംവാദം അതാണ്. അതിനു മുമ്പ് കഴിഞ്ഞ കാല സമുദായങ്ങളിൽ സമാനമായി ഉണ്ടായിട്ടുണ്ട്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുമായി ബന്ധപ്പെട്ട ഫിറഔനാണ് പറഞ്ഞത് വജഅൽ ബൈനനാ വബൈനക മൗഇദ ലാ തുഖ്രിഫു ലൻ നുഖ്രിഫു നഹ്നു വലാ അൻത മക്കാനൻ സുവാ. ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക, നമുക്ക് സംവാദം നടത്താം, അതിൽ നീ ഡേറ്റ് വെച്ചോ സ്ഥലം വെച്ചോ. അങ്ങനെയാണ് ഡേറ്റ് വെച്ച് കാല മൗഇദുക്കും യൗമുസ്സീന വഅൻ യുഹ്ശറൻ നാസു ദുഹാ. യൗമുസ്സീന ആഘോഷത്തിന്റെ ദിവസമുണ്ട്, അന്നാക്കാം, രാവിലെ ആക്കാൻ ടൈമും വെച്ചു സ്ഥലവും വെച്ചു. എല്ലാ നാട്ടിൽ നിന്നും ആളെ കൂട്ടാൻ വേണ്ടി ഫിറഔൻ ഏർപ്പാട് ചെയ്തു. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തിൽ നിന്ന് സാഹിറുമാരെ ഫിറഔൻ കൊണ്ടുവന്നു. ബിക്കുല്ലി സഹാരിൻ അലീം, എല്ലാ സാഹിറുമാരെയും കൊണ്ടുവരാൻ ഫിറഔന്റെ ഓർഡർ ഉണ്ടായി. ഇന്ത്യയിൽ നിന്ന് വരെ ആളെ കൊണ്ടുപോയി എന്ന് തഫ്സീർ ഇബ്നു കസീറൊക്കെ കാണാൻ കഴിയും. ആ കാലത്ത് 80,000 സാഹിറുമാർ അന്ന് ഈജിപ്തിൽ പങ്കെടുത്ത് മൂസാ നബിയുമായുള്ള ആ ഡിബേറ്റിൽ 80,000 സാഹിറുമാർ. തഫ്സീർ ഇബ്നു കസീർ സൂറത്തുൽ ശുഅറയിലെ തഫ്സീറിൽ കാണാം. അതിൽ ഇന്ത്യയിലേക്ക് സന്ദേശം അയച്ച് ഇന്ത്യയിൽ നിന്ന് സാഹിറുമാരെ ഫിറഔൻ കൊണ്ടുപോയി ഈജിപ്തിലേക്ക്. അവിടെ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി പരസ്യമായി അവരുടെ ബാത്തിൽ സ്ഥിരപ്പെടുത്താൻ വേണ്ടി രംഗത്ത് വരികയും അതിൽ അവർക്ക് ബോധ്യപ്പെടുകയും സാഹിറുമാർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തത് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ എതിരാളിയുമായി തർക്കിച്ചത് ഖുർആൻ പറയുന്നുണ്ട്. ഹജ്ജ ഇബ്രാഹിം എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിയുമായി മുഹാജാത്ത് നടത്തിയ, ഇബ്രാഹിം നബിയുമായി തർക്കം നടത്തിയ എതിരാളിയെപ്പറ്റി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് ഓരോ കാലത്തും ഓരോ രീതികൾ ഉണ്ടാവും. അഹ്ലുസുന്ന അങ്ങനത്തെ ആവശ്യം വന്ന സമയത്ത് സംവാദങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ല സംവാദം നടത്തിയ ആളാണ്. അബൂ ഹനീഫ ഇമാം സംവാദം നടത്തിയ ആളാണ്. പിന്നീട് സംവാദ വേളയിൽ വലിയൊരു പുതിയ മാതൃക സ്വീകരിച്ചതാണ് ഇബ്നു ഖുദാമത്തുൽ മഖ്ദിസി റഹിമഹുല്ല. സംവാദ ചരിത്രത്തിൽ വലിയ അത്ഭുതമായിരുന്നു ഇബ്നു ഖുദാമ. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയും ഇമാം ദഹബിയും എല്ലാം പ്രത്യേകം അത് എടുത്തു പറയുന്നുണ്ട്. ഇബ്നു ഖുദാമയുടെ പ്രത്യേകത സംവാദ രംഗത്ത് ഒരിക്കലും ദേഷ്യപ്പെടാത്ത രീതിയായിരുന്നു ഇബ്നു ഖുദാമക്ക് എന്നാണ്. എതിരാളികൾ എത്ര പ്രശ്നമുണ്ടാക്കിയാലും എങ്ങനെയൊക്കെ അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിച്ചാലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് സൗമ്യമായി അവരുമായി ഖണ്ഡിക്കുകയും അങ്ങനെ എതിരാളികൾക്ക് ഇദ്ദേഹത്തിൻ്റെ സൗമ്യമായ സ്വഭാവം കൊണ്ട് അവർ ഉത്തരമുട്ടിപ്പോവുകയും ചെയ്യുന്ന രീതിയിൽ സംവാദത്തിൽ പ്രത്യേകമായ വേറിട്ട രീതി സ്വീകരിച്ചതാണ് ഇബ്നു ഖുദാമത്തുൽ മഖ്ദിസി റഹിമഹുല്ല. ഫിഖ്ഹിലും ഉസൂൽ ഫിഖ്ഹിലും എല്ലാം വലിയ അഗ്രഗണ്യനായ ആളാണ് ഇബ്നു ഖുദാമ. അദ്ദേഹത്തിൻ്റെ കിതാബ് റൗള ഉസൂൽ ഫിഖ്ഹിലെ വലിയ കിതാബാണ്. മുഗ്നി ഫിഖ്ഹിലെ പ്രധാനപ്പെട്ട കിതാബാണ്. അദ്ദേഹത്തെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലക്ക് പ്രത്യേകം മദ്ഹ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ സംവാദ ശൈലികളെ, ഇബ്നു ഖുദാമയുടെ ക്ഷമയെ, എത്ര ആളുകൾ അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിച്ചാലും ദേഷ്യം പിടിക്കാതെ വളരെ സൈലന്റായി സൗമ്യമായി നിന്നുകൊണ്ട് സംവാദം നടത്തിയ ആ ക്ഷമയെപ്പറ്റി ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പ്രത്യേകം മദ്ഹ് ചെയ്തത് കാണാൻ കഴിയും. എല്ലാ സംവാദവും ഒരുപോലെ ആവില്ല. അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ സംവാദം ഉണ്ടായേക്കാം. അവിടെ അവൻ്റെ ശരിയാണെങ്കിൽ എനിക്ക് സ്വീകരിക്കാമെന്നാണ് മനസ്സുണ്ടാവേണ്ടത്. എൻ്റേത് ശരിയാണ്, ഇൻ കേസ് അവൻ്റെ ശരിയാണെങ്കിൽ ആ ശരി ഞാൻ സ്വീകരിക്കും. അതാണ് അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകൾ തമ്മിൽ സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സ്. എന്നാൽ ശിർക്കിൻ്റെ ആളുകളുമായി വിദേഹത്തിൻ്റെ ആളുകളുമായി സംവദിക്കുമ്പോൾ അവൻ്റേത് ശരിയാണെങ്കിൽ സ്വീകരിക്കാമെന്നല്ല. അവൻ്റെ ശരിയല്ല, അത് ഉറപ്പാണ്. അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. സി എം മടവ് ലോകം നിയന്ത്രിക്കും, അത് സംവാദം നടത്താൻ പോകുമ്പോൾ അഥവാ സി എം മടവ് ലോകം നിയന്ത്രിക്കുമെങ്കിൽ ഞാനും അംഗീകരിക്കും എന്ന് പറയാനല്ല പോണത്. അത് ബാത്തിലാന്ന് ഉറപ്പാണ്, അത് തെറ്റാന്ന് ഉറപ്പാണ്. അവിടെ പോകുന്നത് അയാളുടെ തെറ്റാന്ന് സ്ഥാപിക്കാനാണ്, നമ്മുടെ ശരി അയാളെ പഠിപ്പിക്കാനാണ്. അല്ലാതെ അയാൾ പറയുന്നത് വല്ല ശരിയുമുണ്ടെങ്കിൽ അത് എനിക്കും സ്വീകരിക്കാമല്ലോ എന്ന മനസ്സ് അവിടെ ഇല്ല. അവിടെ ബാത്തിലെ തകർക്കാൻ പോവുകയാണ്. അവിടെ അതിന് കഴിവുള്ള ആളുകളാണ് പോകേണ്ടത്. ഉമർ മൗലവി റഹിമഹുല്ലാ പണ്ട് നമ്മുടെ നാട്ടിൽ സൂഫികളുമായി സംവാദം നടത്തിയിട്ടുണ്ട്. 1952 1952 കോഴിക്കോട് ചാലിയത്ത് വെച്ച് ഉമർ മൗലവി റഹിമഹുല്ലാ സംവാദം നടത്താൻ പോയി. ഉമർ മൗലവിയും കെ എം മൗലവിയുടെ മകൻ അബ്ദുൽ സമദ് അൽ ഖാത്തിബ് റഹിമഹുല്ലാ മദീന യൂണിവേഴ്സിറ്റി അധ്യാപകനായിരുന്നു. ആ സംവാദം കഴിഞ്ഞിട്ട് ഉമർ മൗലവി റഹിമഹുല്ലാ അതിന് ചരിത്രം എഴുതി.
അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു കാര്യം മനസ്സിലായി, സംവാദത്തിൽ എന്നെ പറ്റുകയില്ല എന്ന് മനസ്സിലായി. എനിക്കവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ തോറ്റിട്ടില്ല, പക്ഷെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പണിക്ക് എന്നെ പറ്റുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നാണ് അദ്ദേഹം സ്വയം ആത്മകഥയായി എഴുതി. കാരണം ഖുറാഫികൾ എല്ലാ കുതന്ത്രങ്ങളും ഭയങ്കരമായ തക്ബീറും ആളുകളെ ഇളക്കി വിളക്കാണ്. ഉമർ മൊഴികളൊന്നും പരിചയമില്ല. അപ്പൊ അദ്ദേഹം പറയും, എനിക്ക് അവർക്ക് മുമ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ഞാൻ തോറ്റിട്ടില്ല. ഈ പണിക്ക് എന്നെ പറ്റുകയില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഓർമ്മകളെ തിരുത്തുന്ന പുസ്തകത്തിൽ കാണാം അദ്ദേഹം ആ ചരിത്രം എഴുതി വെച്ചത്. അതിനുശേഷം അതിനു മുമ്പ് KM മൗലവി റഹിമഹുള്ള സംവാദത്തിന് എല്ലാ ഉത്തരവും ചെയ്തവരാണ്. കേരളത്തിലെ ഫസ്റ്റ് സംവാദം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആദ്യത്തെ സംവാദം, പരപ്പനങ്ങാടി സംവാദം, അതിനെ കംപ്ലീറ്റ് കണ്ടീഷൻസ് വ്യവസ്ഥയെല്ലാം എഴുതി കൊടുത്തത് KM മൗലവിയായിരുന്നു. ഇവർക്ക് അന്നത്തെ വലിയ പണ്ഡിതന്മാരാണ്. ഓരോ നാട്ടിലും ഓരോ കാലത്ത് സാഹചര്യം ആവശ്യമായി വരുന്നിടത്ത് അത് വേണ്ടി വരും. പക്ഷെ അഹ്ലിയത്തില്ലാത്തവൻ ചെയ്യാൻ പാടില്ല. അതറിയാത്തവൻ, കഴിയാത്തവൻ ആ വഴിക്ക് പോകാൻ പറ്റില്ല. നമുക്കറിയാവുന്നൊരു മേഖലയുണ്ടാവും, അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. മുസ്ലിമുകളില്ലാത്ത ആളുകളുമായി സംവദിക്കാൻ പോകുമ്പോൾ ആ രംഗത്ത് അറിവുള്ള ആളാണ് പോകേണ്ടത്. നിരീശ്വരവാദികളുമായി പോകുമ്പോൾ അതറിയുന്നവരാണ് പോകേണ്ടത്. ഏത് വിഷയത്തിലും കഴിവും അറിവുമുള്ള, തൻ്റെ ഭാഗം സ്ഥാപിക്കാൻ പറ്റുമെന്ന് ഏകദേശം ബോധ്യമുള്ള, അതിനാവശ്യമായ അറിവുള്ളവരാണ് അതിന് പോകേണ്ടത്. അത് തർക്കമൊന്നുമില്ല. അല്ല, സംവാദം തന്നെ പാടില്ല എന്നൊന്നും എവിടെയുമില്ല. അതൊരു അസുരായി സ്വീകരിച്ചുകൂടാ. എവിടെയും കയറി എല്ലാവരും സംവദിക്കുക, അത് ദൈവത്തിൻ്റെ ഒരു ബേസായി സ്വീകരിക്കണമെന്നില്ല, അത് പാടില്ല. അതേസമയം ആവശ്യമുള്ളിടത്ത് അഹ്ലുസുന്നയെ ചോദ്യം ചെയ്യുമ്പോൾ റദ്ദ് ചെയ്യാൻ വേണ്ടി ഒരു മറുപടി പ്രസംഗം വേണമെങ്കിൽ അത് വേണ്ടി വരും. ഒരു എഴുത്ത് വേണമെങ്കിൽ എഴുതേണ്ടി വരും. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ അത് ചെയ്യേണ്ടി വരും. ഒരു സംവാദം വേണമെങ്കിൽ അത് ചെയ്യേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്.